എംബോക്സ് സമ്പർക്ക പട്ടികയിൽ 23 പേരെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഒപ്പം വിമാനത്തിൽ യാത്ര ചെയ്ത 43 പേർ നിരീക്ഷണത്തിലാണ്. ഇതിൽ 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. നിപ സമ്പർക്ക പട്ടികയിൽ 267 പേരിൽ 37 സാമ്പിളുകൾ നെഗറ്റീവായി. 7 പേർക്ക് ചെറിയ രീതിയിൽ ലക്ഷണങ്ങൾ ഉണ്ടെന്നും മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് പറഞ്ഞു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന 2 വൈറസ്, ഒന്ന് നിപയാണ്, അത് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്, ഒന്ന് എംബോക്സ് ആണ്. ഈ 2 കാര്യത്തിലും കൃത്യമായ സ്ഥിതി വിവരങ്ങൾ ഇന്ന് ആരോഗ്യമന്ത്രി പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടേണ്ട കാര്യവുമില്ല എന്ന് മന്ത്രി പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ശിവദാസ്. വിനോദ, മലപ്പുറം ജില്ല ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, നിപ്പയും അതോടൊപ്പം തന്നെ എംപോക്സും മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലും ആശങ്കയിലുമാണ് മലപ്പുറം ജില്ല. എങ്കിലും നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭീതി കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് നിപ്പയിൽ 37 സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. ആ സാമ്പിളുകൾ എല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ടുണ്ട്. നിലവിൽ ഇതിൽ 267 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 100ഓളം പേരാണ് നിപ്പയിൽ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 100ഓളം പേർ ആരോഗ്യ പ്രവർത്തകരാണ്. നിലവിൽ ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങൾ ഇല്ല എന്നത് ആശ്വാസകരം തന്നെയാണ്. അതേസമയം എംപോക്സ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ നിലയും തൃപ്തികരം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഇക്കഴിഞ്ഞ 13-ാം തീയതിയാണ് ദുബായിൽ നിന്നും യുവാവ് കേരളത്തിലേക്ക് എത്തിയത്, കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അതിനുശേഷം നാട്ടിലെത്തിയ ശേഷം 2 ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടി. അതിനുശേഷം പിന്നീട് 16-ാം തീയതി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്നാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. മഞ്ചേരി ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് സംശയം തോന്നിയ സമയത്ത് ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു, അവിടുത്തെ ലാബിലേക്ക് അയച്ചു. അവിടെ നിന്നും പോസിറ്റീവ് ആണെന്ന് അറിയിക്കുകയായിരുന്നു. അതോടെ എംപോക്സ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് തന്നെ 2ാമത്തെ കേസാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ജാഗ്രതയിൽ തന്നെയാണ് മലപ്പുറം ജില്ല ഉള്ളത്. ഇന്ന് ആരോഗ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇന്ന് വിവിധ യോഗങ്ങൾ ചേർന്നു. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിവിധ യോഗങ്ങൾ ചേർന്നു. ആരോഗ്യ വകുപ്പ് ഡയറക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും മറ്റു ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അടക്കമുള്ളവർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്നുള്ള മുൻകരുതലുകൾ എന്തൊക്കെ എന്ന കാര്യങ്ങളെല്ലാം തന്നെ യോഗത്തിൽ ചർച്ച ചെയ്തു. അതിനുശേഷം വൈകിട്ട് 5 മണിയോടെ ജനപ്രതിനിധികൾ, ജില്ലയിലെ MLA-മാർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള യോഗം ചേർന്നു. ഈ യോഗത്തിലും ആരോഗ്യമന്ത്രിയും മറ്റു ആരോഗ്യ വിദഗ്ധരുമെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. വരും ദിവസങ്ങളിൽ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ ചർച്ച ചെയ്തു. നിലവിൽ ഇപ്പോൾ വലിയ ഒരു ആശങ്കയുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എംപോക്സ് നിലവിൽ 23 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ എംപോക്സ് മറ്റുള്ളവരിലേക്ക് പകരൂ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വന്ന സമയത്ത് തന്നെ പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പുറത്തേക്കൊന്നും തന്നെ പോയിട്ടില്ല. ഈ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച സമയത്ത് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഡോക്ടർമാർ നൽകിയിരുന്നു. മാത്രമല്ല, ചിക്കൻ പോക്സ് പോലുള്ള സമാനമായ അടയാളം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പുറത്തേക്ക് പോയിരുന്നില്ല. ആ സമയത്ത് തന്നെ വീട്ടുകാർ അടക്കമുള്ളവർ ഒരു സുരക്ഷ വീട്ടുകാർ തന്നെ സ്വയം ഏറ്റെടുത്ത് അങ്ങനെ ചെയ്തിരുന്നു. അത്തരത്തിൽ കൃത്യമായൊരു സുരക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ജാഗ്രത നേരത്തെ തന്നെ എടുത്തിരുന്നു കൊണ്ട് വലിയൊരു ആശ്വാസം തന്നെയാണ്. നിലവിൽ 23 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇവരെല്ലാം തന്നെ അതേപോലെ തന്നെ കൂടുതൽ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആരോഗ്യമന്ത്രിയാണ് അവിടെ ഉന്നതതല യോഗം വിളിക്കുകയും ജനപ്രതിനിധികളുടെ യോഗവും വിളിച്ചു കൂട്ടിയത്. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രിയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.